ഇത് ചരിത്രമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്ക ഇന്ത്യക്ക് അനുകൂലമായി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. നമുക്കറിയാം, അമേരിക്ക എപ്പോഴൊക്കെ ഇന്ത്യയുടെ മാപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം പാക് അധീന കശ്മീരും അക്സായ് ചിഹ്നം അടക്കമുള്ളവ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ കാണില്ല. ഇന്ത്യയുടെ തലയില്ലാത്ത മാപ്പാണ് നിരന്തരം അമേരിക്ക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലം മാറി, കഥ മാറി. അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ടതിന് ശേഷം ഇപ്പോൾ അമേരിക്ക ഒപ്പിട്ടത് ഒരു ഇടക്കാല വ്യാപാര കരാറാണ്, അതവിടെ നിൽക്കട്ടെ. അമേരിക്കയുമായി വ്യാപാര കരാർ ഒപ്പിട്ടതിന് ശേഷം ഇപ്പോൾ അമേരിക്ക ഒരു മാപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ മാപ്പിൽ ഇന്ത്യയുടെ സമ്പൂർണ്ണ ചിത്രമാണുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കണ്ട് പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണെന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട കാര്യം. ഈ മാപ്പ് കണ്ട് വിലയിരുത്തുന്ന നയതന്ത്ര വിദഗ്ധരടക്കം പറയുന്നത് ഉടനെ തന്നെ ഇന്ത്യ പാക് അധീന കശ്മീർ പിടിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങുമെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അമേരിക്ക ഇത്തരത്തിലൊരു മാപ്പ് പുറത്തുവിടില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസാണ്. അവർക്ക് ലോകത്ത് നടക്കാൻ പോകുന്ന നീക്കങ്ങളുടെ എല്ലാം ഒരു ആകെ ചിത്രം എപ്പോഴും അറിയാമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴിതാ അമേരിക്ക ഇത്തരത്തിലൊരു മാപ്പ് പുറത്തുവിട്ടതോടുകൂടി പാകിസ്ഥാനിൽ വലിയ കോളിളക്കം ഉണ്ടായിരിക്കുകയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാക് മന്ത്രിമാരെല്ലാം അവിടെ ഷഹബാസ് ഷെരീഫിനെയും അസീം മുനീറിനെയും നോക്കി ചോദിക്കുന്നത്, നിങ്ങളല്ലേ അമേരിക്കയുമായി ഏറ്റവും വലിയ സുഹൃത്തുക്കൾ? നിങ്ങൾക്കാണല്ലോ ട്രംപ് അത്താഴ വിരുന്ന് തരുന്നത്, നിങ്ങൾക്കാണല്ലോ ട്രംപ് പല കാര്യങ്ങളും വിളിച്ച് പല കരാറുകളും തരുന്നത്, ട്രംപ് നിങ്ങളെ വലിയ സുഹൃത്തെന്നാണല്ലോ വിളിച്ചത്. പക്ഷേ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരും അല്ലെങ്കിൽ കാര്യത്തോടെടുക്കുമ്പോൾ മാത്രം എന്താണ് ഇന്ത്യക്ക് അനുകൂലമായി പല കാര്യങ്ങളും മാറുന്നത് എന്നുള്ള വലിയ കോളിളക്കമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ മാപ്പ് പുറത്തു വന്നത് യാദൃശ്ചികമായിട്ടല്ല എന്ന് തന്നെയാണ് ഇന്ത്യയിലുള്ള പ്രതിരോധ വിദഗ്ധരും പറയുന്നത്. ഇന്ത്യ ഉടനെ തന്നെ സിന്ദൂർ 2.0 ആരംഭിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മാപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയും ഇത്തരത്തിലായിരുന്നു. പാക് അധീന കശ്മീർ സ്വാഭാവികമായി നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോരാത്തതിന് സിന്ധ് മേഖല, അതായത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രദേശമായിട്ടുള്ള സിന്ധ് മേഖലയും ഇന്ത്യയോടൊപ്പം ചേരാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഒരു തുള്ളിച്ചോര പോലും പിടിക്കാതെ അത് നമുക്കുള്ളിൽ വന്നു ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു മാപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാഗമായി അമേരിക്ക കണക്കാക്കിയിരിക്കുകയാണ് POK എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാകിസ്ഥാന് നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്ത്യ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ഈ കാര്യത്തിൽ അമേരിക്കയും അതിന്റെ മുദ്ര പതിപ്പിച്ചു. പാകിസ്ഥാൻ അധിനിവേശം നിയമവിരുദ്ധമാണെന്നും POK ഇന്ത്യയുടെ ഭാഗമാണെന്നും അമേരിക്ക പുറത്തിറക്കിയ ഭൂപടം വ്യക്തമായി കാണിക്കുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ പുതിയ വിപണി തുറക്കുന്നതിനെ കുറിച്ചുള്ള പോസ്റ്റിലാണ് ഇന്ത്യയുടെ മാപ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള പുതിയ ഇടക്കാല വ്യാപാര കരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുമ്പോൾ US ട്രേഡ് റെപ്രസെന്റേറ്റീവ് ഓഫീസ് ഉപയോഗിച്ച ഭൂപടം കണ്ട് പാകിസ്ഥാൻ ഭരണാധികാരികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്ത് തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് ഒരു വലിയ പ്രസ്താവന ഇറക്കി. അതായത് പാക് അധീന കശ്മീർ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന, അതായത് ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കശ്മീർ പോലും പാകിസ്ഥാൻ പിടിച്ചെടുക്കുമെന്നാണ് ഷഹബാസ് ഷെരീഫ് പ്രസ്താവന നടത്തിയത്. അതിന്റെ അടുത്ത ദിവസമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാപ്പ് അമേരിക്ക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. എന്തായാലും ട്രേഡ് ഡീൽ പുറത്തു വരുമ്പോൾ ട്രേഡ് ഡീലിലും ഇന്ത്യ തല ഉയർത്തി തന്നെ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. US ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീലിൽ ഇന്ത്യയുടെ ക്ഷീര കർഷക മേഖലയെയും കാർഷിക മേഖലയിലും ഒന്നും തന്നെ കടത്തിവിടാനായി അമേരിക്ക അനുവദിച്ചിട്ടില്ല, കൈയിട്ട് വാരാൻ അമേരിക്ക അനുവദിച്ചിട്ടില്ല. എല്ലാം തന്നെ സംരക്ഷിച്ചുകൊണ്ടാണ് ട്രേഡ് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതും ഇന്ത്യയുടെ മറ്റൊരു നേട്ടത്തെ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.